സ്മാർട്ട് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വീഡിയോ ആണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ പഠിക്കുന്നുണ്ട്. കാരണം ഞാനും നിങ്ങളെപ്പോലെ ഒരു ഉദ്യോഗാർത്ഥിയാണ്. ഞാനും ഇങ്ങനെ ഫയർമാൻ നമ്മുടെ CPO എല്ലാ പരീക്ഷകളും എഴുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചേ പറ്റും. അപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ടിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുക. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ, അതൊന്ന് കമൻറ്റ് ചെയ്യുക. അത് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിൻ്റെ അടുത്ത വീഡിയോ, അതായത് ഇതുപോലത്തെ അടുത്ത വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് വീഡിയോ ഇനി ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നവരാണെങ്കിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തുടങ്ങുന്നത് എന്തിൽ നിന്നായിരിക്കും? നമ്മുടെ ഈ ഫയർ, ജ്വലനം, ഇതിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. എന്നാൽ ഞാൻ തുടങ്ങുന്നത് അതിൽ നിന്നല്ല. ഞാൻ ആദ്യം എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് കൂടെ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നു. ഫസ്റ്റ് എയ്ഡ്. എന്താണ് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നോക്കി? അതിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അപകടങ്ങൾ സംഭവിക്കുകയോ അവിചാരിതമായി അസുഖം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ജീവൻ നിലനിർത്താനും അസുഖത്തിൻ്റെയോ അപകടത്തിൻ്റെയോ പ്രത്യാഘാതം കുറയ്ക്കാനും ആദ്യം നടത്തുന്ന ഇടപെടലാണ് എന്തെന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷ. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ബൈക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീണു. നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളുടെ കൈ മുറിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടി, നമുക്കറിയാം നമ്മുടെ കൈയൊക്കെ മുറിയുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യും, രക്തം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോധം പോകുന്ന പോലെയൊക്കെ തോന്നും അല്ലേ? അപ്പോൾ അങ്ങനെയും തോന്നാതിരിക്കാൻ, അതായത് നമ്മുടെ രക്തം പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അതിന് വേണ്ടിയിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ എടുക്കുക. അല്ലെങ്കിൽ ആ രക്തം പോകുന്നത് നിർത്തുക, അല്ലെങ്കിൽ അവിടെ കഴുകുക, അതായത് മുറിവുള്ള ഭാഗം കഴുകുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ അവിചാരിതമായി നമുക്ക് എന്തെങ്കിലും അസുഖം വരികയോ ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയും ആ അസുഖത്തിൻ്റെയോ അല്ലെങ്കിൽ അപകടത്തിൻ്റെയോ പ്രത്യാഘാതം കുറയ്ക്കുന്നതിനും വേണ്ടി നമ്മൾ ആദ്യം നടത്തുന്ന ഇടപെടലാണ് എന്തെന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രഥമ ശുശ്രൂഷ എന്ന് നമ്മൾ എന്താണ് ഗോൾഡൻ അവർ എന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ഗോൾഡൻ ചാൻസ് എന്ന് കേട്ടില്ലേ? സെയിം എക്സാക്റ്റ് അത് തന്നെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അതായത് ഒരു അപകടം സംഭവിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മണിക്കൂർ നിർണായകമാണ്. ഈ ആദ്യത്തെ മണിക്കൂറാണ് ഗോൾഡൻ അവർ. അപ്പോൾ ഒരു അപകടം സംഭവിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മണിക്കൂറിനെയാണ് എന്തെന്ന് പറയുന്നത് ഗോൾഡൻ അവർ. കാരണം എന്തായിരിക്കും? അതായത് ഒരു അപകടം സംഭവിച്ചു, നമുക്ക് തലയ്ക്ക് നല്ലൊരു പരിക്കുണ്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, എങ്കിലേ കാര്യമുള്ളൂ. ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം നമ്മുടെ സർവൈവൽ ചാൻസ്, അല്ലെങ്കിൽ ജീവിക്കാനുള്ള സാധ്യത എത്രയായിരിക്കും? ചിലപ്പോൾ 0 ആയിരിക്കും, ചിലപ്പം 1% ആയിരിക്കും. എന്നാൽ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചാൽ നമ്മുടെ സർവൈവൽ റേറ്റ് അല്ലെങ്കിൽ സർവൈവൽ ചാൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു അപകടം സംഭവിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മണിക്കൂർ നിർണായകമാണ്. ഈ ആദ്യത്തെ മണിക്കൂറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് മനസ്സിലായി, ഗോൾഡൻ അവർ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നേരെ നോക്കേണ്ട പോയിന്റുകളാണ്. എന്താണ് ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ് ആര്? അപ്പോൾ ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ചുകൊണ്ട് നമുക്ക് പറയാം, ആരാണ്? ഫ്രെഡറിക് എസ്മാർക്ക്. അപ്പോൾ ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ് ആരാണ്? ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ പറയുക ഫ്രെഡറിക് എസ്മാർക്ക്. എന്നാൽ ഫസ്റ്റ് എയ്ഡ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ആര് തന്നെയാണ്? ഈ ഫ്രെഡറിക് എസ്മാർക്ക് തന്നെയാണ്. ഫസ്റ്റ് എയ്ഡ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ആര് തന്നെയാണ്? ഫ്രെഡറിക് എസ്മാർക്ക്. ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും ഫസ്റ്റ് എയ്ഡ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാലും ഒരൊറ്റ ഉത്തരം, ആരാണ്? ഫ്രെഡറിക് എസ്മാർക്ക്. ഇദ്ദേഹം വികസിപ്പിച്ച ബാൻഡേജാണ് എസ്മാർക്ക് ബാൻഡേജ്. അതായത് നിങ്ങൾ സ്കൗട്ട് ഗൈഡ് ഇതിലൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ത്രികോണ ഷേപ്പിലുള്ള ഒരു വെള്ള തുണി അല്ലെങ്കിൽ വെള്ള സാധനം തന്നിട്ട് അവർ ബാൻഡേജ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടോ?
സെയിം സാധനം തന്നെയാണ് ഈ എസ് മാർക്ക് ബാൻഡേജ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ കൊടുക്കുന്ന സാധനം. അപ്പോൾ ത്രികോണ ഷേപ്പിലാണ് ഈ എസ് മാർക്ക് ബാൻഡേജ് ഇരിക്കുന്നത്. ത്രികോണ ഷേപ്പിലുള്ള ഒരു വെള്ള തുണി. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും, ഫസ്റ്റ് എയ്ഡ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാലും, എസ് മാർക്ക് ബാൻഡേജ് വികസിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും ഒറ്റ ഉത്തരം ആരാണ്? ഫ്രെഡറിക് എസ് മാർക്ക്. ഓക്കെ അല്ലേ? അത്രയും ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഫസ്റ്റ് എയ്ഡിൻ്റെ ചിഹ്നം എന്താണ്? ഫസ്റ്റ് എയ്ഡിൻ്റെ ചിഹ്നം കൃത്യമായി അറിഞ്ഞിരിക്കുക. വൈറ്റ് ക്രോസ് ഓൺ എ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്, അതായത് പച്ച പശ്ചാത്തലത്തിൽ വെള്ള കുരിശ്. ഇവിടെ നമ്മളൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിഹ്നം ഏതാ? അല്ലെങ്കിൽ നമ്മൾ ആംബുലൻസിലേക്ക് കണ്ടിട്ടുണ്ട്, അതായത് വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചുമന്ന കുരിശിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ മനസ്സിൽ ആദ്യമേ ആ ചിഹ്നമായിരിക്കും വരുന്നത്. എന്നാൽ കൃത്യമായി മനസ്സിലാക്കുക, ഫസ്റ്റ് എയ്ഡിൻ്റെ ചിഹ്നം അതല്ല. ഫസ്റ്റ് എയ്ഡിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് വൈറ്റ് ക്രോസ് ഓൺ എ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്, അതായത് പച്ച പശ്ചാത്തലത്തിലെ വെള്ളക്കുരിശ്, അതായത് പച്ച ബാക്ക്ഗ്രൗണ്ടിലെ വെള്ളക്കുരിശ്. അത് ഞാൻ വരച്ച് കാണിച്ചുതരാം. ആദ്യം ഇങ്ങനെ ഒരു റൗണ്ട് കാണും, റൗണ്ടിനുള്ളിൽ ഒരു വെള്ളക്കുരിശായിരിക്കും. വെള്ളക്കുരിശ് ഇതുപോലെ ഒരു വെള്ളക്കുരിശായിരിക്കും. ബാക്കി ഫുൾ എന്തായിരിക്കും? പച്ചയായിരിക്കും. ബാക്കി ഫുള്ള് പച്ച ബാക്ക്ഗ്രൗണ്ടാണ്, നടുക്ക് വെള്ളക്കുരിശ്. മനസ്സിലായില്ലേ? പച്ച പശ്ചാത്തലത്തിലെ വെള്ളക്കുരിശാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് എയ്ഡിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോവുകയാണ്, എന്നാണ് അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനം. അതിന് പ്രത്യേകിച്ചൊരു ഡേറ്റ് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനത്തിന് പ്രത്യേകിച്ച് ഇന്ന ഡേറ്റാണ്, ഇന്ന ദിവസത്തിലാണ് നടക്കുന്നതെന്നില്ല. അത് നടക്കുന്നത് എല്ലാ സെപ്റ്റംബർ മാസത്തിലെയും രണ്ടാമത്തെ ശനിയാഴ്ച ഏത് ഡേറ്റാണോ അതാണ് അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനം. അപ്പോൾ അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനം ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ പറയുക, സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ്. സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് എന്ത് ആഘോഷിക്കുന്നത്? നമ്മുടെ അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. എന്നാൽ ഈ പ്രഥമ ശുശ്രൂഷ ദിനം ആഘോഷിച്ച് തുടങ്ങിയത് എന്ന് മുതൽ, അല്ലെങ്കിൽ ഏത് വർഷം മുതലും ചോദിച്ചാൽ അത് 2000 മുതലാണെന്ന് അറിഞ്ഞിരിക്കുക. അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനം സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാണെന്ന് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ ഏത് വർഷം മുതലാണ് ആഘോഷിച്ച് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത് 2000 മുതലാണ്. ഏത് സംഘടനയാണ് ഇത് ആഘോഷിച്ച് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത് റെഡ് ക്രോസ് സൊസൈറ്റിയാണ്. നമ്മൾ റെഡ് ക്രോസിനെ പറ്റി പഠിക്കും, അപ്പോൾ നമ്മൾ ബാക്കി പറയും റെഡ് ക്രോസിനെ പറ്റി. അപ്പോൾ ഇവിടെ ഇത്രയും അറിഞ്ഞിരിക്കുക, പ്രഥമ ശുശ്രൂഷ ദിനം ആഘോഷിച്ച് തുടങ്ങിയ വർഷം 2000 ആണ്. ഇത് ആഘോഷിച്ച് തുടങ്ങിയ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് റെഡ് ക്രോസ് സൊസൈറ്റി ആണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ അല്ലേ? നമ്മളിനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 2 പോയിന്റ് ഉണ്ട്. നോക്കി, ഒന്ന്, 2024 പ്രഥമ ശുശ്രൂഷ ദിനം ആചരിച്ചതെന്ന്. 2024 ഫസ്റ്റ് എയ്ഡ് ഡേ ആയിട്ട് ആഘോഷിച്ചത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 14. ഇതല്ല നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് പറയുന്നത്, അതായത് 2024 പ്രഥമ ശുശ്രൂഷ ദിനത്തിൻ്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ പറയുക ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പോർട്സ് ആണ്. 2024 പ്രഥമ ശുശ്രൂഷ ദിനത്തിൻ്റെ പ്രമേയം ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പോർട്സ്. അതുപോലെ തന്നെ 2024 പഠിച്ചാൽ ഉറപ്പായിട്ട് 2025 പഠിക്കണം. 2025 പ്രഥമ ശുശ്രൂഷ ദിനം എന്നാണ്? സെപ്റ്റംബർ 13 ആഘോഷിക്കാൻ പോകുന്നത്. ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കും. അപ്പോൾ അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. ആണ് 2025 പ്രഥമ ശുശ്രൂഷ ദിനം ആഘോഷിക്കുന്നത് എന്നായിരിക്കും? സെപ്റ്റംബർ 13 അതിൻ്റെ പ്രമേയം എന്തായിരിക്കും? പ്രമേയം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. അപ്പോൾ 2024 സെപ്റ്റംബർ 14 പ്രമേയം ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പോർട്സ്. 2025 സെപ്റ്റംബർ 13 ആഘോഷിക്കും. പ്രമേയം എന്താണ്? ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നമുക്കൊന്നുകൂടെ ഓടിച്ച് പറയാം. ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവാണ് ഫ്രെഡറിക് എസ് മാർക്ക്. ഫസ്റ്റ് എയ്ഡ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് തന്നെയാണ്? ഫ്രെഡറിക് എസ് മാർക്കാണ്. ഇദ്ദേഹം വികസിപ്പിച്ച ഫസ്റ്റ് എയ്ഡ് ബാൻഡേജ് ആണ് എസ് മാർക്ക് ബാൻഡേജ്. ഇനി ഫസ്റ്റ് എയ്ഡിൻ്റെ ചിഹ്നം എന്താണ്? ഫസ്റ്റ് എയ്ഡിൻ്റെ ചിഹ്നം നമ്മൾ പഠിച്ചു, വൈറ്റ് ക്രോസ് ഓൺ എ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്, അതായത് പച്ച പശ്ചാത്തലത്തിൽ വെള്ളക്കുരിശ്. ഇനി അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനമായി നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ്. ഇനി പ്രഥമ ശുശ്രൂഷ ദിനം ആഘോഷിച്ച് തുടങ്ങിയത് ഏത് വർഷം മുതലെന്ന് ചോദിച്ചാൽ 2000 മുതലാണ്. ഏത് സംഘടനയെന്ന് ചോദിച്ചാൽ അത് റെഡ് ക്രോസ് സൊസൈറ്റി. ഇനി 2024 പ്രഥമ ശുശ്രൂഷ ദിനം ആരും ആഘോഷിച്ചത് സെപ്റ്റംബർ 14 ഇതിൻ്റെ പ്രമേയം 2024 പ്രഥമ ശുശ്രൂഷ ദിനത്തിൻ്റെ പ്രമേയം ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പോർട്സ്. അതുപോലെ തന്നെ 2025 പ്രഥമ ശുശ്രൂഷ ദിനം ആഘോഷിച്ചത് സെപ്റ്റംബർ 13 പ്രമേയം എന്താണ്? ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് എയ്ഡിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഘടന, പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറയുന്നത്. റെഡ് ക്രോസ് സൊസൈറ്റി നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടായിരിക്കും, റെഡ് ക്രോസ് സൊസൈറ്റി. അപ്പോൾ നമുക്ക് റെഡ് ക്രോസ് സൊസൈറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഈ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ജീൻ ഹെൻറി ഡ്യൂനൻ്റ് ആണ്. ജീൻ ഹെൻറി ഡ്യൂനൻ്റ്. ജീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഹെൻറി ഡ്യൂനൻ്റ് എന്ന് പഠിച്ചിരിക്കുക. സ്ഥാപകനാരാണ്? ഹെൻറി ഡ്യൂനൻ്റ്. ഇത് സ്ഥാപിതമായത് 1863 ഫെബ്രുവരി 9-നാണ്. 1863 ഫെബ്രുവരി 9 ഈ റെഡ് ക്രോസ് സ്ഥാപിതമാകുന്നത്. സ്ഥാപിതമായ സ്ഥലം ചോദിച്ചാൽ അത് ജനീവയാണ്. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. മനസ്സിലാക്കുക, ഹെൻറി ഡ്യൂനൻ്റ്, അതായത് റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനൻ്റ് ഒരു സ്വിറ്റ്സർലാൻഡുകാരനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ജീൻ ഹെൻറി ഡ്യൂനൻ്റ് ആണ്. സ്ഥാപിച്ചത് എന്നു ചോദിച്ചാൽ 1863 ഫെബ്രുവരി 9 എവിടെ? ജനീവ. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. ഓക്കെ അല്ലേ? ആദ്യ പേര്, അതായത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? ICRC എന്നായിരുന്നു. ICRC എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ്. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് എന്നായിരുന്നു റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പേര്. എന്നാൽ 1919 ഇതിൻ്റെ പേരങ്ങ് മാറ്റി. 1919 ഇതിൻ്റെ പേര് മാറ്റി. 1919 മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? ICRC മാറി IFRC എന്നായി. അപ്പോൾ ആദ്യ പേര് ICRC ആയിരുന്നു. 1919 മുതൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? IFRC. IFRCയുടെ ഫുൾ ഫോം എന്താ? ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രിസൻറ്റ് സൊസൈറ്റീസ്. അപ്പോൾ ആദ്യം ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് ആയിരുന്നു. അപ്പോൾ 1919 ആ കമ്മിറ്റി എടുത്തങ്ങ് മാറ്റി. കമ്മിറ്റി എടുത്ത് മാറ്റി എന്താക്കി? ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രിസൻറ്റ് സൊസൈറ്റീസ് എന്നാക്കി. ഏത് വർഷം മുതൽ? 1919 മുതൽ. ഓക്കെ അല്ലേ? അപ്പോൾ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ജീൻ ഹെൻറി ഡ്യൂനൻ്റ്, അല്ലെങ്കിൽ ഹെൻറി ഡ്യൂനൻ്റ്. സ്ഥാപിച്ച വർഷവും ഡേറ്റും ചോദിച്ചാൽ 1863 ഫെബ്രുവരി 9-നാണ്. സ്ഥലം ജനീവ. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. ഹെൻറി ഡ്യൂനൻ്റും ഒരു സ്വിറ്റ്സർലാൻഡുകാരനാണ്. ഈ നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യ പേര് ICRC അഥവാ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് എന്നായിരുന്നു. എന്നാൽ 1919 മുതൽ ഇത് അറിയപ്പെടുന്ന പേരാണ് IFRC അഥവാ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രിസൻറ്റ് സൊസൈറ്റീസ്. ഇത്രയും ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് IRCS? IRCS വേറൊന്നുമല്ല, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് IRCS. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. അപ്പോൾ ഇന്ത്യയിലും റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്. അതാണ് IRCS അഥവാ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. ഈ IRCS അഥവാ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി രൂപീകൃതമായ വർഷമാണ് 1920. അപ്പോൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി രൂപീകൃതമായത് 1920-ലാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയായിരിക്കും? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി രൂപീകൃതമായത് 1920-ലാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി ആരാണ് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ക്ലോഡ് ഹില്ലാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരെന്ന് നമ്മൾ പഠിച്ചത്? ഹെൻറി ഡ്യൂനൻ്റ്. എന്നാൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് ക്ലോഡ് ഹില്ലാണ്. മാറിപ്പോകരുത്. ഓക്കെ അല്ലേ? അപ്പോൾ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ചോദിച്ചാൽ ഹെൻറി ഡ്യൂനൻ്റ്. റെഡ് ക്രോസ് ആണെങ്കിൽ ആരാണ്? ഹെൻറി ഡ്യൂനൻ്റ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെഡ് ക്രോസ് ആണെങ്കിൽ ആരാണ്? ഇന്ത്യൻ റെഡ് ക്രോസ് ആണെങ്കിൽ അത് ക്ലോഡ് ഹില്ലാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ക്ലോഡ് ഹിൽ. ഓക്കെ അല്ലേ? അത് മാറിപ്പോകരുത്. ഓക്കെ അല്ലേ? ഇനി കൃത്യമായി മനസ്സിലാക്കുക, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് എപ്പോഴും ഇന്ത്യൻ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് എപ്പോഴും ഇന്ത്യൻ പ്രസിഡൻറ്റ് അഥവാ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് ആരാണ്? ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ് ആര്? ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. അതായത് എന്തിൻ്റെ പ്രസിഡൻറ്റ്? ഇന്ത്യൻ പ്രസിഡൻറ്റുമാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും ആര് തന്നെയാണ്? ദ്രൗപദി മുർമു ആണ്. ഓക്കെ അല്ലേ? ഇനി മാറിപ്പോകരുത്, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ എപ്പോഴും യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതിയും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ എപ്പോഴും ഇന്ത്യൻ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഹെൽത്ത് മിനിസ്റ്റർ അഥവാ ആരോഗ്യവകുപ്പ് മന്ത്രി എനിക്ക് തോന്നുന്നു JP നഡ്ഡയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. JP നഡ്ഡയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതല്ല എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രൂപീകൃതമായത് 1920-ലാണ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് ക്ലോഡ് ഹിൽ. ഇനി IRCS അഥവാ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കും. ഇപ്പോഴത്തേത് ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇതിൻ്റെ ചെയർമാൻ എപ്പോഴും യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പോഴത്തേത് JP നഡ്ഡയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളൊന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ അതായത് JP നഡ്ഡ അല്ല എങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ. പിന്നെ ഇനി നമുക്ക് പഠിക്കേണ്ട പ്രധാന പോയിൻ്റാണ് IRCSൻ്റെ, അതായത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ദേശീയ മാനേജിംഗ് ബോഡിയിൽ
18 അംഗങ്ങളാണുള്ളത്. അതായത് IRCSലെ അംഗസംഖ്യ, IRCSൻ്റെ ദേശീയ മാനേജിംഗ് ബോർഡിൻ്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 18 എന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയെ പറ്റി പഠിക്കേണ്ട പോയിന്റുകൾ മനസ്സിലായല്ലോ. എന്തൊക്കെയാണ്? രൂപീകൃതമായത് 920, ആസ്ഥാനം ന്യൂഡൽഹി, സ്ഥാപകൻ ക്ലോഡ് ഹില്ല്, പ്രസിഡന്റ് എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതിയായിരിക്കും, ചെയർമാൻ എപ്പോഴും യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ, അതായത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ദേശീയ മാനേജിംഗ് ബോഡിയിലെ അംഗസംഖ്യ 18 കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ നേരെ മറ്റേ റെഡ് ക്രോസ്, അതായത് ഒറിജിനൽ റെഡ് ക്രോസിലോട്ട് വരികയാണ്. ഇനി ഹെൻറി ഡ്യൂനന്റിൻ്റെ ബുക്ക്, ഇദ്ദേഹം ഒരു ബുക്ക് രചിച്ചിട്ടുണ്ട്. ആരാണ് ഹെൻറി ഡ്യൂനന്റ്? റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനന്റിൻ്റെ ബുക്കാണ് എ മെമ്മറി ഓഫ് സോൾഫറിനോ. ആരുടെ ബുക്ക്? ഹെൻറി ഡ്യൂനന്റിൻ്റെ ബുക്ക്. ഹെൻറി ഡ്യൂനന്റ് ആരാണ്? റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. അപ്പോൾ ബുക്ക് ഏതാണ്? എ മെമ്മറി ഓഫ് സോൾഫറിനോ. ഓക്കെ അല്ലേ? അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് 1901 ആദ്യത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹെൻറി ഡ്യൂനന്റിനൊപ്പം ആർക്കും കൂടെ ലഭിച്ചിട്ടുണ്ടെന്ന് പഠിച്ചു വെച്ചേക്കുക, ഫ്രെഡറിക് പാസിക്കും ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം നൊബേൽ സമ്മാനം നൽകി തുടങ്ങിയത് 1901 മുതലാണ്. ഈ 1901 ആദ്യത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് നമ്മുടെ ഹെൻറി ഡ്യൂനന്റ്, അതായത് റെഡ് ക്രോസ് സ്ഥാപകനായ ഹെൻറി ഡ്യൂനന്റിനാണ്. അദ്ദേഹത്തോടൊപ്പം മറ്റൊരാൾക്കും കൂടെ ആ സമ്മാനം ലഭിച്ചു. അതായത് രണ്ടുപേരാ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ടെടുത്തു. ഒന്ന് ഹെൻറി ഡ്യൂനന്റ്, രണ്ട് ഫ്രെഡറിക് പാസി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നൊരു ചോദ്യം വരാം. അതായത് ഹെൻറി ഡ്യൂനന്റിനൊപ്പം 1901 ആദ്യത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കൃത്യമായി അറിഞ്ഞിരിക്കുക. ആരാണ്? ഫ്രെഡറിക് പാസിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 1901 ആദ്യത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? നമ്മുടെ ഹെൻറി ഡ്യൂനന്റിനും പിന്നെ അദ്ദേഹത്തോടൊപ്പം ആർക്കാണ്? ഫ്രെഡറിക് പാസി. അപ്പോൾ നമുക്ക് റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനന്റിന് കിട്ടിയ നൊബേൽ സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടോ? നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ വർഷം? 3 വർഷമാണ് നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് എന്ത് ലഭിച്ചത്? നൊബേൽ സമ്മാനം ലഭിച്ചത്. ഏതൊക്കെ വർഷമാണെന്ന് ചോദിച്ചാൽ 1917, 1944, 1963. കൃത്യമായി മനസ്സിലാക്കുക, നമ്മുടെ റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനന്റിന് നൊബേൽ സമ്മാനം ലഭിച്ചത് 1901. അതിനുശേഷം റെഡ് ക്രോസ് എന്ന സംഘടനയ്ക്ക് 3 വർഷങ്ങളിൽ എന്ത് ലഭിച്ചിട്ടുണ്ട്? നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആദ്യം 1917, രണ്ടാമത് 1944, മൂന്നാമത് 1963. ഈ 3 വർഷങ്ങളിലായിട്ടാണ് നമ്മുടെ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് എന്ത് ലഭിക്കുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, നമ്മുടെ റെഡ് ക്രോസിൻ്റെ ചിഹ്നങ്ങൾ. അപ്പോൾ റെഡ് ക്രോസിന് 3 ചിഹ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ അല്ലേ? ഒന്ന് റെഡ് ക്രോസ്, നമ്മൾ ആദ്യം പറഞ്ഞ ആംബുലൻസിലും നമ്മുടെ ICൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചേക്കില്ലേ, അതായത് റെഡ് ക്രോസ്, അതായത് വെള്ള ബാക്ക്ഗ്രൗണ്ടിലൊരു റെഡ് ക്രോസ്, അതായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ റെഡ് ക്രോസിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഒന്നത്. പിന്നെ റെഡ് ക്രസൻറ്റ്, അതായത് ഒന്ന് റെഡ് ക്രോസ്, രണ്ട് റെഡ് ക്രസൻറ്റ്. ക്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല, റെഡ് ചന്ദ്രക്കല, ചുമന്ന ബാക്ക്ഗ്രൗണ്ട്, അതിൽ ചുവന്ന ചന്ദ്രക്കല. 3 റെഡ് ക്രിസ്റ്റൽ, അഥവാ ഇങ്ങനെ ഡയമണ്ട് രൂപത്തിരിക്കത്തില്ലേ, ഇതുപോലെ ഇരിക്കും. ഇതാണ് റെഡ് ക്രിസ്റ്റൽ. ഈ റെഡ് ക്രിസ്റ്റലാണ് അവസാനമായിട്ട് വന്ന റെഡ് ക്രോസിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. അത് 2005 വന്നതെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അതിൻ്റെ പേരിൽ എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് ഈ റെഡ് ക്രോസ് എന്ന് പറയുമ്പോൾ കുരിശല്ലേ, കുരിശ് മറ്റേ ക്രിസ്ത്യൻസിൻ്റെതും, ഈ ചന്ദ്രക്കല എന്ന് പറയുന്നത് ഈ മുസ്ലിംസിൻ്റെയും ചിഹ്നമല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഈ നമ്മുടെ ഈ റെഡ് ക്രോസിനെ ആളുകളെന്തോ വിലയിരുത്താൻ തുടങ്ങി. ഇത് ജാതികളെ അനുകൂലിക്കുന്ന സംഘടന, അങ്ങനെ എന്തോ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷമാണ് എന്തെന്ന് പറയുന്നത് ഈ റെഡ് ക്രോസ് റെഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു ചിഹ്നം പുറത്തിറക്കിയത്. ഏത് വർഷം? 2005 റെഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന റെഡ് ക്രോസിൻ്റെ ചിഹ്നം പുറത്തിറങ്ങുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ റെഡ് ക്രോസിൻ്റെ ചിഹ്നങ്ങൾ ചോദിച്ചാൽ 1 റെഡ് ക്രോസ്, 2 റെഡ് ക്രിസൻറ്റ്, 3 റെഡ് ക്രിസ്റ്റൽ. ഓക്കെ അല്ലേ? ഇനി പഠിക്കുക റെഡ് ക്രോസിൻ്റെ യഥാർത്ഥ മുദ്രാവാക്യം. റെഡ് ക്രോസിൻ്റെ യഥാർത്ഥ മുദ്രാവാക്യമാണ് ചാരിറ്റി ഇൻ വാർ. ചാരിറ്റി ഇൻ വാർ ആയിരുന്നു റെഡ് ക്രോസിൻ്റെ ആദ്യകാലങ്ങളിലെ മുദ്രാവാക്യം, അല്ലെങ്കിൽ യഥാർത്ഥ മുദ്രാവാക്യം എന്ന് പറയുന്നത്. എന്നാൽ നിലവിൽ റെഡ് ക്രോസിൻ്റെ മുദ്രാവാക്യം ചോദിച്ചാൽ എന്ത് പറയണം? വിത്ത് ഹ്യൂമാനിറ്റി ടുവേർഡ്സ് പീസ്. വിത്ത് ഹ്യൂമാനിറ്റി ടുവേർഡ്സ് പീസ്. മലയാളത്തിൽ പറഞ്ഞാൽ സമാധാനത്തിലൂടെ മനുഷ്യത്വത്തിലേക്ക്, സമാധാനത്തിലേക്ക് മനുഷ്യത്വത്തിലൂടെ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ്. വിത്ത് ഹ്യൂമാനിറ്റി ടുവേർഡ്സ് പീസ്. ഇത് മനുഷ്യത്വത്തിലൂടെ സമാധാനത്തിലേക്കാണ്, സമാധാനത്തിലൂടെ മനുഷ്യത്വത്തിലേക്കാണെന്ന് നിങ്ങൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിലവിലെ റെഡ് ക്രോസിൻ്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ വിത്ത് ഹ്യൂമാനിറ്റി ടുവേർഡ്സ് പീസ്. ഓക്കെ അല്ലേ? മലയാളം അറിയാവുന്നവർ മലയാളം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത പ്രധാന പോയിൻ്റാണ് റെഡ് ക്രോസ് ദിനം. എന്നാണ് റെഡ് ക്രോസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? റെഡ് ക്രോസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് മെയ് 8 മെയ് 8. അപ്പോൾ റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് മെയ് 8. എന്തുകൊണ്ടായിരിക്കും?
ഹെൻറി ഡ്യൂനന്റിൻ്റെ ജന്മദിനം, അതായത് റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനന്റിൻ്റെ ജന്മദിനമാണ് മെയ് 8. അതുകൊണ്ട് മെയ് 8 എന്തായിട്ട് ആചരിക്കുന്നു? റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ റെഡ് ക്രോസിനെ പറ്റി നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളൊരു കുഞ്ഞു കാര്യം കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യും. എന്താണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്? എന്താണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്? ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് എയ്ഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സഞ്ചി, അല്ലെങ്കിൽ ഒരു കവർ, അല്ലെങ്കിൽ ഒരു കിറ്റ്. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിന് രൂപം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് വുഡ് ജോൺസൺ. വർഷം 1888. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിന് രൂപം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് വുഡ് ജോൺസൺ ആണ്. വർഷം ചോദിച്ചാൽ 1888. ഓക്കെ അല്ലേ? ഈ റോബർട്ട് വുഡ് ജോൺസൺ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും. എന്നാൽ അയാളുടെ കമ്പനി എല്ലാവർക്കും അറിയാം. എന്താണ്? ജോൺസൺ ആൻഡ് ജോൺസൺ. ഇങ്ങനെയുടെ പൗഡറും സോപ്പും ഒക്കെ ഇട്ടാണ് നമ്മൾ പണ്ട് കുളിച്ചതും ഒരുങ്ങിയതും ഒക്കെ. ജോൺസൺ ആൻഡ് ജോൺസൺ എല്ലാവർക്കും ഓർമ്മ കാണും അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിന് രൂപം നൽകിയ വ്യക്തിയാണ് റോബർട്ട് വുഡ് ജോൺസൺ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയാണ് ലോകത്താദ്യമായി ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവതരിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് എയ്ഡ് കിറ്റിന് രൂപം നൽകിയത് റോബർട്ട് വുഡ് ജോൺസൺ, വർഷം 1888. എന്നാൽ ലോകത്താദ്യമായി ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഈ റോബർട്ട് വുഡ് ജോൺസന്റെ തന്നെ കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയാണ്. ജോൺസൺ കമ്പനി. ഓക്കെ അല്ലേ? അതൊക്കെയാണ്. എന്നാൽ അതാ ഫസ്റ്റ് എയ്ഡ് കിറ്റ് സൂക്ഷിക്കേണ്ട പ്രധാന 4 സ്ഥലങ്ങളാണ് ഉള്ളത്. ഒന്ന് സ്കൂളിൽ ഉറപ്പായിട്ടും വേണം. കാരണം കുഞ്ഞു പിള്ളേരല്ലേ ഉള്ള, കുഞ്ഞു പിള്ളേർ, കുരുത്തങ്കെട്ട പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കത്തില്ലേ, എന്തെങ്കിലും വള്ളി പിടിക്കത്തില്ലേ കുഞ്ഞു പിള്ളേർ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എന്ത് വേണം അവിടെ? ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണം. 2 വീട്. വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ കറിക്കൊക്കെ അരിയുന്നവരല്ലേ, മീനൊക്കെ വെട്ടുന്നവരല്ലേ. അപ്പോൾ അവരുടെ കൈയൊക്കെ മുറിയത്തില്ലേ, കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൈയും കാലുമൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഉറപ്പായിട്ടും എന്ത് വേണം? ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണം. അടുത്ത് ജോലി സ്ഥലത്ത് എന്ത് വേണം? ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണം. പിന്നെ വാഹനങ്ങളിൽ നിർബന്ധമായും എന്ത് വേണം? ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണം. എവിടെയാണ് കൊണ്ട് മുട്ടിക്കുന്നതെന്ന് മനസ്സിലായില്ല. നമ്മൾ മാന്യമായിട്ടായിരിക്കും പോകുന്നത്. എതിരെ വല്ലവനും വെള്ളം അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് ഒരുത്തം വന്നു കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞില്ലയുടെ കാര്യം. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വേണം, വാഹനങ്ങളിലും എന്ത് വേണം? ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് സൂക്ഷിക്കേണ്ട പ്രധാന സ്ഥലങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? 1 സ്കൂള്, 2 വീട്, 3 ജോലി സ്ഥലം, 4 വാഹനങ്ങൾ. ഈ 4 സ്ഥലങ്ങൾ പ്രധാനമാണ്, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ അവസാനത്തെ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ അവസാനത്തെ പോയിന്റ്, അതായത് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ട പ്രധാന വസ്തുക്കൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം വരും ഒരു പഞ്ഞി, പിന്നെ പഞ്ഞി വെച്ച് കെട്ടേണ്ട ഒരു തുണി, മറ്റേ നെറ്റ് പോലെ ഇരിക്കുന്ന തുണി, പിന്നെ ആ മുറിയിൽ വയ്ക്കുന്ന മറ്റേ ബീറ്റാഡി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അതും വരും. പിന്നെ ചിലരൊക്കെ ഡെറ്റോളും ആലോചിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒറിജിനൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇതല്ല. കൃത്യമായി മനസ്സിലാക്കുക. ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ പ്രധാന വസ്തുക്കൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് റബ്ബർ കയ്യുറകൾ, അതായത് റബ്ബർ ഗ്ലൗസ്. 2 വൃത്തിയുള്ള തുണി എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന തുണിയല്ല, അണുവിമുക്തമായ തുണി. വൃത്തിയുള്ള തുണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അണുവിമുക്തമായ തുണികളാണെന്നാണ് ഉദ്ദേശിക്കുന്നത് വൃത്തിയുള്ള തുണി. അടുത്ത് 3 കത്രിക ഉറപ്പായിട്ടും എന്തിൽ വേണം? നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരന്, അതായത് നീ വണ്ടി ഓടിക്കുന്നു, നിൻ്റെ ബാക്കിൽ ഇരിക്കുന്നവന് കൊറോണയാണെന്ന് വിചാരിക്കുക. വണ്ടി ഓടിക്കുന്നു, അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വണ്ടിയിൽ നിന്ന് വീണപ്പോൾ നിൻ്റെ കൈ എന്ത് പറ്റി? മുറിഞ്ഞു. ബാക്കിൽ ഇരുന്നാൽ, അതായത് ഈ കൊറോണ ഉള്ള പയ്യനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവ എന്ത് ചെയ്യും? നിൻ്റെ വണ്ടിയിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് നിൻ്റെ കൈയെല്ലാം അങ്ങ് വൃത്തിയാക്കി എന്ത് ചെയ്തു? ഈ പഞ്ഞിയെടുത്ത്, അല്ല ഇവൻ ഗ്ലൗസൊക്കെ കയ്യിലിട്ട് പഞ്ഞിയെടുത്ത് ഇതെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി മരുന്നെടുത്ത് വെച്ചിട്ട് ആ തുണി ഉണ്ടല്ലോ, കെട്ടാനുള്ള തുണി എടുത്തപ്പോൾ മുറിക്കാൻ കത്രികയില്ല. നമ്മൾ മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ടും ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? കടിച്ചങ്ങ് മുറിക്കും. അപ്പോൾ ആ കൊറോണ നിനക്കും വരുവേ അത് വെച്ച് കെട്ടുമ്പോൾ. അതുകൊണ്ടാണ് ഒരു കത്രിക നിർബന്ധമായും എവിടെ വേണം? ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിനുള്ളിൽ വേണം. ഓക്കെ. അടുത്ത 4 ആൻറ്റിസെപ്റ്റിക് ലോഷൻ. ആൻറ്റിസെപ്റ്റിക് ലോഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും, ഡെറ്റോൾ. ഓക്കെ അല്ലേ? ആൻറ്റിസെപ്റ്റിക്, അതായത് പഴുക്കാതിരിക്കാൻ, നമുക്കൊരു മുറിവ് വന്നാൽ അതിൽ മറ്റ് അണുബാധകളൊന്നും കടന്ന് അത് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോഷൻ, അതാണ് ആൻറ്റിസെപ്റ്റിക് ലോഷൻ. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡെറ്റോൾ പറയാം. ഓക്കെ. അടുത്ത് ചവണ എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല. ചവണ വേണം. പിന്നെ സോപ്പ് വേണം, ഐ വാഷ് വേണം, ഉറപ്പായിട്ടും ഒരു ഐ വാഷ് വേണം. അതായത് നമ്മളിപ്പോൾ ബൈക്ക് ഓട്ടിക്കുന്നത്, അതായത് പയ്യന്മാർക്കൊക്കെ അറിയായിരിക്കും ബൈക്ക് ഓട്ടിക്കുന്നത്. ഒരു വൈകുന്നേര സമയത്തൊക്കെ പോകുമ്പോൾ പയ്യന്മാരെന്തായാലും വീടിനടുത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരിക്കലും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നവന്മാരല്ല. അപ്പോൾ അവർക്കറിയാം എന്താണ്, ചെറിയ തരം പ്രാണികളൊക്കെ വന്ന് കണ്ണിലൊരു കണ്ണിലടിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് സോപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ കണ്ണിനകത്ത് സോപ്പ് എടുത്ത് വെച്ച് തേച്ച് കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം? ഒരു ഐ വാഷ് വെച്ചേക്കണം. ഒരു ഐ വാഷ് എപ്പോഴും ഇവിടെ വെച്ചേക്കണം. നമ്മുടെ
ഫസ്റ്റ് എയ്ഡ് കിറ്റിനുള്ളിൽ വെച്ചേക്കണം. അടുത്തെന്താ വേണ്ടത്? തെർമോമീറ്റർ വേണം, പിന്നെ പ്ലാസ്റ്റർ വേണം, പിന്നെ ഈ CPR മാസ്ക് വേണം, പിന്നെ ബാൻഡേജ് വേണം, ബാൻഡേജ് വേണം, പിന്നെ ഈ ബാർനോൾ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, അത് മറ്റേ ഇതാണ്, മറ്റേ ഈ തേക്കുന്ന മരുന്ന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്, നമ്മുടെ ഓയിൻമെൻറ്റ്, അതായത് മുറിവിൽ തേക്കുന്ന ഒരു ഓയിൻമെൻറ്റാണ് എന്ന് പറയുന്നത് ബാർനോൾ എന്ന് പറയുന്നത്. മുറിവിൽ തേക്കുന്ന ഒരു ഓയിൻമെൻറ്റാണ് ബാർനോൾ, അത് വേണം. പിന്നെ പ്രധാനമായിട്ടും എന്താ വേണ്ടത്? പഞ്ഞി വേണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് ആവശ്യം അല്ലെങ്കിൽ പ്രധാന വസ്തുക്കൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റിനുള്ളിൽ വേണ്ട പ്രധാന വസ്തുക്കൾ എത്ര എണ്ണം? 1 2 3 4 5 6 7 8 9 10 11 12 13 വസ്തുക്കളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ? 1 റബ്ബർ കയ്യുറ, 2 വൃത്തിയുള്ള തുണി, 3 കത്രിക, ആൻറ്റിസെപ്റ്റിക് ലോഷൻ, ചവണ, സോപ്പ്, ഐവാഷ്, തെർമോമീറ്റർ, പ്ലാസ്റ്റർ, CPR മാസ്ക്, ബാൻഡേജ്, ബാർനോള്, പഞ്ഞി. അപ്പോൾ ഇത്രയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിനുള്ളിൽ വേണ്ട പ്രധാന വസ്തുക്കൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് പറയുക, ഇനി ഇതുപോലത്തെ വീഡിയോ വേണോ വേണ്ടയോ എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ മാത്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ അല്ലേ? അതും കൂടെ എല്ലാവരും ഒന്ന് കാണുക. ബൈ.